റഷ്യയെ ലക്ഷ്യമിട്ട് വാക്കുകൾ കൊണ്ട് പ്രസ്താവന നടത്തിയാലും അത് വൻ വിവാദങ്ങളിലേക്ക് കടന്നു ചെല്ലും. അതിനൊരു ഉദാഹരണം എന്ന പോലെയാണ് നിലവിൽ ബെൽജിയൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണങ്ങൾ. യൂറോപ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ ഒന്നുകൂടി രൂക്ഷമാക്കിക്കൊണ്ട് ബെൽജിയൻ പ്രധാനമന്ത്രിയായ തിയോ ഫ്രാങ്കൻ റഷ്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബെൽജിയത്തെ ആക്രമിച്ചാൽ റഷ്യയെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ നാറ്റോയ്ക്ക് കഴിയുമെന്ന ഫ്രാങ്കന്റെ വാക്കുകൾക്കെതിരെ റഷ്യ രൂക്ഷമായി പ്രതികരിക്കുകയും ഈ പ്രസ്താവനയെ സൈനിക മനോരോഗത്തിന്റെ ലക്ഷണമായി വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാറ്റോയുടെ പ്രതിരോധ തത്വമായ തിരിച്ചടിയെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്ന് വിശദീകരിച്ച മന്ത്രി രംഗത്തെത്തിയതോടെ വിഷയം പുതിയ വഴിത്തിരിവിലേക്കെത്തി. വിവാദത്തിന് തിരികൊളുത്തിയത് ബെൽജിയൻ മാധ്യമമായ ഡി മോർഗന് നൽകിയ അഭിമുഖത്തിലെ ഫ്രാങ്കന്റെ വാക്കുകളായിരുന്നു. യുക്രൈന് അമേരിക്കൻ നിർമ്മിത ടോമോഹോക്ക് മിസൈലുകൾ നൽകുന്നത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ഫ്രാങ്കൻ തള്ളിക്കളഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്നും കാരണം അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന് റഷ്യയെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിയുമെന്നായിരുന്നു ഫ്രാങ്കന്റെ വാദം. നാറ്റോ സഖ്യത്തിന്റെ ആസ്ഥാനമായ ബെൽജിയത്തെ ആക്രമിച്ചാൽ റഷ്യൻ തലസ്ഥാനം തകർന്ന് തരിപ്പണമാകുമെന്നും ഫ്രാങ്കൻ കൂട്ടിച്ചേർത്തിരുന്നു. ബെൽജിയൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ റഷ്യ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗ്രുഷ്കോ ഫ്രാങ്കന്റെ വാക്കുകൾ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിലനിൽക്കുന്ന സൈനിക മനോരോഗത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഉദാഹരണമാണെന്ന് അഭിപ്രായപ്പെട്ടു. ബെൽജിയത്തിലെ റഷ്യൻ എംബസി മന്ത്രിയുടെ പരാമർശങ്ങളെ അസംബന്ധവും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതുമാണെന്നും വിശേഷിപ്പിച്ചു. യുക്രൈൻ സംഘർഷത്തെ റഷ്യ കാണുന്നത് നാറ്റോ തങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു പരോക്ഷ യുദ്ധമായാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ശത്രുത നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ ഉപകരിക്കൂ എന്നും അത് യുദ്ധത്തിന്റെ അന്തിമ ഫലത്തെ മാറ്റില്ലെന്നുമാണ് റഷ്യ ഉറപ്പിച്ചു പറയുന്നത്. പറഞ്ഞത് വിവാദമായതോടെ റഷ്യയുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയും തന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി ഫ്രാങ്കൻ രംഗത്തെത്തി. തന്റെ പ്രസ്താവന റഷ്യയെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നില്ലെന്നും മറിച്ച് നാറ്റോയുടെ നിലവിലെ പ്രതിരോധ നയത്തെ ഊന്നിപ്പറയാൻ വേണ്ടിയായിരുന്നു എന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഫ്രാങ്കന്റെ വിശദീകരണം. നാറ്റോ റഷ്യയുമായി യുദ്ധത്തിലല്ലെന്നും അതിന് ഒട്ടും ആഗ്രഹമില്ലെന്നും ഫ്രാങ്കൻ കുറിച്ചു. ഈ സഖ്യം സ്വതവേ ഒരു പ്രതിരോധ സഖ്യമാണെന്നും കൂട്ടിച്ചേർത്തു. നാറ്റോയുടെ തിരിച്ചടി എന്ന സുപ്രധാന തത്വം കഴിഞ്ഞ 76 വർഷങ്ങളായി ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്ന ഒന്നാണ്. ഇതാണ് സഖ്യത്തിന്റെ പ്രതിരോധ നിലപാടിന്റെ അടിസ്ഥാനമെന്നും ഫ്രാങ്കൻ വാദിച്ചു. അഭിമുഖത്തിൽ താൻ ഉദ്ദേശിച്ചത് അതാണ്, അല്ലാതെ ഭീഷണി ആയിരുന്നില്ല എന്നും ഫ്രാങ്കൻ വിശദീകരിച്ചു. റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് തന്നെ പരിഹസിച്ച് പോസ്റ്റ് ചെയ്ത ഒരു എക്സ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടും റഷ്യയുടെ ആണവശക്തിയുള്ള പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോണിന്റെ വിജയകരമായ പരീക്ഷണത്തെ അഭിനന്ദിക്കുന്ന മെദ്വദേവിന്റെ വാക്കുകളും പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഫ്രാങ്കൻ തന്റെ വിശദീകരണ കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. തിയോ ഫ്രാങ്കന്റെ പ്രസ്താവനയും പിന്നാലെ ഉയർന്ന വിവാദവും അതിനെ തുടർന്നുണ്ടായ വിശദീകരണവും നിലവിലെ റഷ്യ നാറ്റോ ബന്ധത്തിന്റെ ഉയർന്ന പിരിമുറുക്കം വ്യക്തമാക്കുന്നു. ഈ വാക്കുകൾ ഭീഷണിപ്പെടുത്താനല്ല, മറിച്ച് സഖ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനാണെന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും ഇത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ അപലപനത്തിന് വഴിവെച്ചു. യുക്രൈൻ യുദ്ധത്തെ നാറ്റോയുടെ പ്രോക്സി യുദ്ധമായി കാണാൻ റഷ്യയ്ക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. യുക്രൈൻ നാറ്റോയുടെ കളിപ്പാവയായി തുടരുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സമാധാന ശ്രമങ്ങൾക്ക് ഊർജം പകരേണ്ടതിന് പകരം യുക്രൈൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതും നാറ്റോയും അമേരിക്കയുമാണെന്നുള്ള കാര്യവും പകൽ പോലെ വ്യക്തവുമാണ്. ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ നേതാക്കളുടെ ഏതൊരു പ്രസ്താവനയും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.